السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على رسول الله. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. സൃഷ്ടിക്കുകയും സംവിധാനിക്കുകയും മാർഗദർശനം നൽകി അനുഗ്രഹിക്കുകയും ചെയ്ത പ്രപഞ്ചനാഥനിൽ നിന്നുള്ള സുരക്ഷയും സമാധാനവും നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും സദാ വർഷിപ്പുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, റമദാൻ മാസത്തിൽ നമ്മൾ കേൾക്കുന്ന ഒരു പദമാണ് സക്കാത്ത്. എന്താണ് സക്കാത്ത്? സക്കാത്തിൻ്റെ അറബിയിൽ നിന്നുള്ള അർത്ഥം ഇംഗ്ലീഷിൽ പ്യൂരിഫിക്കേഷൻ, മലയാളത്തിൽ ശുദ്ധീകരിക്കുക. ഇസ്ലാമിലെ മൂന്നാമത്തെ പില്ലറാകുന്നു സക്കാത്ത്, നിർബന്ധമായി ചെയ്യേണ്ടുന്ന ചാരിറ്റി. നമ്മൾക്കുള്ളതൊക്കെ അള്ളാഹു നൽകിയതാകുന്നു. അതുകൊണ്ട് തന്നെ ആ സമ്പത്തിൽ നിന്ന് നമ്മൾ ആവശ്യവും കഴിച്ച് അതിൽ നിന്ന് 2.5% അള്ളാഹു എണ്ണിപ്പറഞ്ഞ സൂറത്ത് തൗബയിലെ 60-ാമത്തെ ആയത്തിലൂടെ പറഞ്ഞ ആളുകൾക്ക് അർഹതപ്പെട്ടതാകുന്നു. അത് നൽകിയതിന് ശേഷമുള്ള സമ്പത്തൊക്കെ വിശ്വാസിക്ക് ശുദ്ധീകരിക്കപ്പെട്ടതാകുന്നു, ഹലാലാകുന്നു. എന്തുകൊണ്ട് അള്ളാഹു നമ്മളോട് നിർബന്ധമായിട്ടും 2.5% വിതരണം ചെയ്യാൻ പറയുന്നു? കാരണം നമ്മളുടെ ആഗ്രഹങ്ങളൊക്കെ തേട്ടങ്ങളൊക്കെ നേട്ടങ്ങളാക്കി തന്നത് നമ്മളെ സൃഷ്ടിച്ച് സംവിധാനിച്ച പ്രപഞ്ചനാഥനായ അള്ളാഹു ആകുന്നു. ആ കാര്യം അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് സൂറ ഇബ്രാഹിമിലെ 34-ാമത്തെ ആയത്തിലൂടെ അറിയിക്കുന്നതാണ്. വാതാക്കും മിൻ കുല്ലി മാ സഅൽതുമു വഇൻ തഅദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സുഹ ഇന്നൽ ഇൻസാന ലളൂമൻ ഖഫാർ. നിങ്ങൾ അവനോട് ആവശ്യപ്പെട്ടതിൽ നിന്നെല്ലാം നിങ്ങൾക്ക് അവൻ നൽകിയിരിക്കുന്നു. അള്ളാഹുവിൻ്റെ അനുഗ്രഹം നിങ്ങൾ എണ്ണുകയാണെങ്കിൽ നിങ്ങൾക്കതിൻ്റെ കണക്കെടുക്കാനാവില്ല. തീർച്ചയായും മനുഷ്യൻ മഹാ അക്രമകാരിയും വളരെ നന്ദി കെട്ടവനും തന്നെ. നമ്മളൊക്കെ വെറുതെ ധരിച്ചു വെച്ചിരിക്കുകയാണ് നമ്മളെത്തുള്ള സമ്പത്തൊക്കെ നമ്മുടെ ബുദ്ധിയും നമ്മുടെ വിദ്യാഭ്യാസവും നമ്മളെ കഷ്ടപ്പാടുകളൊക്കെ സഹിച്ചു നേടിയെടുത്തതാണെന്ന്. എങ്കിൽ ബുദ്ധി കൊണ്ടാണ് സമ്പത്തൊക്കെ ഉണ്ടാവുന്നതെങ്കിൽ ഫൈനാൻഷ്യൽ കൺസൾട്ടൻറ്റുമാരും ചാർട്ടേഡ് അക്കൗണ്ടന്റുമാരുമൊക്കെ അല്ലേ വലിയ വലിയ മൾട്ടി മില്യനേഴ്സിനാവേണ്ടത്. അവരിപ്പോഴും സാധാരണ ഓർഡിനറി വിദ്യാഭ്യാസമില്ലാത്ത ധനികനായ ആളുകൾക്ക് ഇപ്പോഴും ഉപദേശം നൽകിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഏറ്റവും കൂടുതൽ കഷ്ടപ്പാട് അനുഭവിക്കുന്നത് കഠിനമായ വെയിലൊക്കെ നിന്നുകൊണ്ട് ജോലി ചെയ്യുന്ന കൺസ്ട്രക്ഷൻ വർക്കേഴ്സല്ലേ. അവരായിരിക്കണമല്ലോ വലിയ വലിയ സമ്പന്നരായ ആളുകളാവേണ്ടത്. അല്ല, നമ്മൾക്കുള്ളതൊക്കെ നൽകിയത് അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹു പറയുന്നത് അൻഫിഖു മിമ്മാ റസഖ്നാക്കും, ഞാൻ നൽകിയതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുക എന്ന്. അള്ളാഹുവാണ് നമ്മളെ പടച്ചത്, നമ്മളെ വ്യത്യസ്തരായി നമ്മുടെ ഈ ഭൂമിയിലേക്ക് വിന്യസിപ്പിച്ചത്. വല്ലദീ ജഅലകും ഖലായിഫ ഫിൽ അർള് റഫഅ ബഅദകും ഫൗഖ ബഅദിൻ ദറജാത്ത് ലിയബ്ലുവകും ഫീമാ ആതാകും. വ്യത്യസ്തരായ കഴിവുകളുമായി അള്ളാഹുവാണ് നമ്മളെ ഭൂമിയിൽ വിന്യസിപ്പിച്ചത്. എന്തിനെന്ന് വെച്ചാൽ നമ്മളെ നൽകിയതിൽ നിന്ന് നമ്മളെ പരീക്ഷിക്കുന്നതിന് വേണ്ടി. നമ്മളിപ്പോഴും അണ്ടർ ടെസ്റ്റാണ്. നമ്മളെ അടുത്തുള്ളത് എന്തൊക്കെയാണോ അതിനൊക്കെ നമ്മൾ അക്കൗണ്ടബിളാണ്. നമ്മളോട് അള്ളാഹു പരലോകത്ത് വെച്ച് ചോദ്യം ചെയ്യുന്നതാണ്. ഞാൻ നിനക്ക് നൽകിയ ഏതനുഗ്രഹത്തിനും പകരം നീ എനിക്ക് എന്ത് നൽകിയെന്ന്. സുമ്മലതുസ് അലുന്ന യൗമൈദിൻ അനിനൈം. നിനക്ക് നൽകിയിട്ടുള്ള ഓരോ കാരുണ്യത്തിനും ഓരോ അനുഗ്രഹത്തിനും പകരം നീ എനിക്ക് എന്താണ് നൽകിയതെന്ന് അള്ളാഹു ചോദ്യം ചെയ്യുന്നതാണ്. ലോകത്തിൽ ആനുവലി 15 ബില്യൺ മുതൽ 200 ബില്യൺ വരെയാണ് സക്കാത്ത് ഫണ്ട് കലക്ട് ചെയ്ത് വിതരണം ചെയ്തത്. ഇതൊരു പ്രോപ്പർ പ്ലാനിങ്ങിലൂടെയാണ് നടക്കുന്നതെങ്കിൽ 50-ൽ പരം രാജ്യങ്ങൾക്ക് പട്ടിണിയില്ലാതെ ജീവിക്കാമായിരുന്നു. ലോക ചരിത്രത്തിൽ ഏറ്റവും സമ്പന്നനായ വ്യക്തി ആഫ്രിക്കയിലെ മാലി എന്ന രാജ്യത്തെ മാൻസ മൂസയാണ്. അദ്ദേഹത്തിൻ്റെ സമ്പത്ത് ഇന്നത്തെ വാല്യൂ നോക്കുകയാണെങ്കിൽ $400 ബില്യൺ വരും. വളരെ ധർമ്മിഷ്ഠനായിരുന്ന മാൻസ മൂസ ഒരിക്കൽ ഹജ്ജ് യാത്രയിൽ യാത്ര ചെയ്ത വഴികളിൽ മുഴുവനും സ്വതക്ക വിതരണം ചെയ്തു. സമ്പത്ത് ഇങ്ങനെ വാരിക്കോരി നൽകി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈജിപ്തിലൂടെ പോകുമ്പോൾ അവിടെ വിതരണം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ നാണയപ്പെരുപ്പം ഉണ്ടായി എന്നാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്നുള്ള സമ്പത്ത് ശുദ്ധമാക്കാനുള്ള മനസ്സു നീ ഞങ്ങൾക്ക് നൽകി നീ അനുഗ്രഹിക്കണമേ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.